ശ്രീ ഉല്ലാസ് ബാബു, എന്തിനാണ് ഇത്ര വെപ്രാളം? വെപ്രാളം കൊണ്ടാണ് ഇങ്ങനെ ഏജൻസികളെ നാലുപാടേക്കും ഓടിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ച് കണ്ടില്ലേ, ലോകരാജ്യങ്ങൾ നോക്കുന്നു, ഐക്യരാഷ്ട്രസഭ നോക്കുന്നു, അമേരിക്ക, ജർമ്മനി വിമർശിച്ച രാഷ്ട്രങ്ങളാണ്. ഇത് കൂടാതെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രതികരണം വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ UN പറഞ്ഞു ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുവെന്ന്. അങ്ങനെ പറയിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മോദിക്കില്ലേ? ഇന്ത്യയിൽ നടക്കുന്ന ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ട് അരുൺകുമാർ കോൺഗ്രസ് വക്താവിനേക്കാൾ മനോഹരമായി കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തു. വളരെ സന്തോഷം. ശ്രീ അരുൺകുമാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം പ്രതിപക്ഷ സംഘടനയായതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാൻ അവകാശമുണ്ട്, ജിൻഡോന് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതിൽ എന്താ അവിടെ തെറ്റുള്ളത്? ഏജൻസികൾ മുഴുവൻ BJP ഓറിയന്റഡ് ആയി പറഞ്ഞയക്കുന്നതാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? അജന്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ തോട്ട് ഉള്ളത് കൊണ്ടല്ലേ? അതല്ല ഒരു കാര്യമില്ല. ഇതിനകത്ത് BJP കൊണ്ടുവരുന്ന അന്വേഷണ ഏജൻസികൾ എന്ന് നിങ്ങൾ പറഞ്ഞ BJP ദേശീയ അധ്യക്ഷൻ പറഞ്ഞു വിടുന്നതനുസരിച്ചാണോ ഇവിടുത്തെ അന്വേഷണങ്ങൾ നടന്നു പോകുന്നത്? നിങ്ങളുടെ ആരോപണമല്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് ഇന്ന് നേരിടുന്ന രാജ്യത്തെ അരിഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യനും കാണുന്നത്, ശ്രീ ഉല്ലാസ് ബാബു, അരിഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യനും കാണുന്നത് ഒന്നുകിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ കേസുകൾ നേരിടുക, ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് നിങ്ങൾ തന്നെ പ്രസംഗത്തിൽ പറയുക. അതേ നേതാക്കൾ നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുമ്പോൾ നല്ലയാളായി, പിന്നെ അയാൾക്ക് ഒരു കേസുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ആളായി കഴിയുമ്പോൾ അയാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാവുകയാണ് നിങ്ങളുടെ കണ്ണിൽ. എത്ര നേതാക്കളുണ്ട്? ഏറ്റവും ഒടുവിൽ പ്രഫുൽ പട്ടേൽ, അതിനു മുമ്പുണ്ട് അജിത് പവാർ, അശോക് ചവാൻ, എത്ര നേതാക്കളുണ്ട്? നിങ്ങൾ അഴിമതിക്കാരെന്ന് ആവർത്തിച്ച പ്രസംഗങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറഞ്ഞ നേതാക്കളല്ലേ? അവരുടെ അഴിമതിയൊക്കെ പോയോ? 5000-ന്റെ 20,000 കോടിയുടെ അഴിമതി നടത്തിയ നേതാക്കളൊക്കെ ഇപ്പോൾ ക്ലീൻ ആയോ? കഴിയുമ്പോ ഒന്ന് പറയണേ. ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ ചോദിക്കുന്നതിന് ഉത്തരമില്ല. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. നിങ്ങൾ സമ്മതിക്കണ്ടപ്പാ. നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഇല്ല എന്ന് ഞാൻ കൃത്യമായി മറുപടി പറയാന്ന്. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് 2023 നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി കൊടുത്ത പരാതി എന്താ? ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അരവിന്ദ് കെജ്രിവാളിന്. ഡൽഹിക്കകത്ത് കോവിഡ് വന്നവരെ നോക്കാൻ നേരമില്ല, അദ്ദേഹത്തിന് സ്കാം നടത്താനാണ് നേരമെന്ന് പറഞ്ഞ ഇതേ ആളുകൾ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടല്ല നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ചെയ്യണം. അങ്ങനെ പാടില്ല. അതാണ് മര്യാദ, അതാണ് രാഷ്ട്രീയ മര്യാദ, ജനാധിപത്യ മര്യാദ. ജനാധിപത്യ മര്യാദ എന്നൊന്നുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. നിങ്ങൾക്കില്ലാത്തതും അവർക്കുള്ളതും അതാണ്. നിങ്ങൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രം വേട്ടയാടുന്നു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രം. 95% പേരും ഇല്ല 95% ED വേട്ടയിൽപ്പെടുന്ന 95% നേതാക്കളും പ്രതിപക്ഷത്തുള്ളവരാണ്. കണക്കുകളുണ്ട് മുന്നിൽ. നിങ്ങൾ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ, ഒരു BJP നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ, ഒരു NDA നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. ശ്രീ ഉല്ലാസ് ബാബു, ഒരു NDA നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. അഴിമതിയിൽ കുരുങ്ങി നിങ്ങൾ പുറത്താക്കിയ നേതാവിനെ ചൂണ്ടിക്കാണിക്കൂ. എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും BJP കേന്ദ്രീകൃതമാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നിരവധി തവണ ജാമ്യാപേക്ഷയ്ക്ക് പോയിട്ട് ഇവരുടെ ഉപമുഖ്യമന്ത്രിക്ക് ഇന്നുവരെ ജാമ്യം കിട്ടിയില്ല. ഈ 9 തവണ സമൻസ് വന്നല്ലോ. സാമ്പത്തിക കുറ്റകൃത്യം എന്ന വലിയ കുരുക്കിൽപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യമില്ലല്ലോ, അകത്ത് കിടക്കണമല്ലോ, തെളിയിക്കേണ്ട അവരാണല്ലോ, നിങ്ങളല്ലല്ലോ. അതല്ലേ അവസ്ഥ? നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് ചെയ്യാം. നിങ്ങൾക്ക് എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ അകത്തിടും. അരവിന്ദ് കെജ്രിവാളാ
അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് വരിക്കണമെന്നും അതിലൂടെ സിമ്പതി പൊളിറ്റിക്സിൽ ഉണ്ടാക്കണമെന്നും തീരുമാനിച്ചതും ടൈമിംഗ് ഫിക്സ് ചെയ്തതും അരവിന്ദ് കെജ്രിവാളാണ്. മാസം മുൻപ് കൊടുത്ത ഒന്നാം സമൻസിന് അദ്ദേഹം വാല്യൂ കൊടുത്തില്ലല്ലോ, രണ്ടാം സമൻസിന് അദ്ദേഹം അഡ്രസ് ചെയ്തില്ലല്ലോ, എന്താ കാരണം? മുഖ്യമന്ത്രിക്കാണോ വ്യക്തിപരമായിട്ടാണോ ആ സമൻസ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇഡി നൽകിയില്ല. സ്മൃതി പരുത്തിക്കാട് പറയുക ഇഡി കൃത്യമായ മറുപടി നൽകി. ഞാൻ പറയുന്ന ആപ്പിന്റെ വാദമാണ് ശ്രീ ഉല്ലാസ് ബാബു, ആപ്പിന്റെ വാദമാണ് ഞാൻ പറയുന്നത്. ഇൻട്രീം പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ പോയോ? ആ കേസ് തള്ളിയോ? അത് ചോദ്യം ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞോ? എന്താ ചെയ്താൽ കുറ്റമെന്ന് കോടതി ചോദിച്ചോ? എന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞോ? കോടതി ആ പെറ്റീഷനും ഇങ്ങനെ പറഞ്ഞു പോകല്ലേ? ഇപ്പോൾ അകത്ത് കിടക്കുന്ന മനീഷ് സിസോദിക്കെതിരെ എന്ത് തെളിവെന്ന് കോടതി ചോദിച്ചില്ലേ? ഇതുവരെ കൊടുത്തോ? എന്താണ് തെളിവ്? നേരിട്ട് ഈ മദ്യനയ അഴിമതി കേസിൽ നേരിട്ട് പണം കൈപ്പറ്റിയതിന് എന്ത് തെളിവാണുള്ളത്? ഇതുവരെയും ഇല്ല തെളിവ്. നിങ്ങൾക്ക് തെളിവ് ഏതാണ്? 4 മാപ്പുസാക്ഷികൾ, പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 4 മാപ്പുസാക്ഷികൾ അല്ലേ? ബിജെപിക്ക് വേണ്ട പോലെ പണം നൽകിയവരല്ലേ മാപ്പുസാക്ഷികളായത് 4 പേർ? ഈ 4 പേരുടെ മൊഴിയല്ലാതെ എന്താണ് തെളിവ്? ഇപ്പോൾ തെളിവെടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഫോൺ പിടിച്ചെടുക്കാൻ നോക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിന്റെ പുറകെ അല്ല സർ. ഞങ്ങൾക്ക് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കൃത്യമായിട്ടുള്ള വികസനം ഈ ജനങ്ങളോട് സംവദിക്കുകയാണ്. ഞങ്ങൾ വികസനം ചർച്ച നിങ്ങൾക്ക് വികസനം സംബന്ധിച്ച് മതിയായില്ല, നിങ്ങൾക്ക് അയോധ്യ നടപ്പാക്കിയിട്ട് മതിയായില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നടപ്പാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വെപ്രാളം. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങളുടെ വെപ്രാളം പ്രതിപക്ഷം ഭൂരിപക്ഷം നേടുമെന്ന ഭയത്താലാണ്. വെപ്രാളമൊന്നുമല്ല. സ്മൃതി പരുത്തിക്കാട് അടങ്ങുന്ന ഈ പാനലിലെ ഇന്ത്യ മുന്നണിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ തോൽക്കും. ഞങ്ങൾ മത്സരിക്കുന്നത് ജനങ്ങളോട് കാര്യം പറഞ്ഞിട്ടാണ്. ശരി, അത് ഞാനൊരു അപമാനമായി കാണുന്നില്ല. താങ്കൾ എന്നെ ഇന്ത്യ മുന്നണി വിളിച്ചോളൂ. അതൊരു അപമാനമായി കാണുന്നില്ല ശ്രീ ഉല്ലാസ് ബാബു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.